ആണ് ഒളിച്ചോട്ടം. ഇത് അവളവളെ വീട്ടിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാം സഫയും ലെല്ലും അവീതും ഉണ്ടെന്ന് സംശയം അങ്ങനെയൊക്കെ എഴുതി വിടുകയാണെന്നുണ്ടെങ്കിൽ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മെഹനാസ് സഫയ പ്രശ്നത്തിൽ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം. ആ വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോയുള്ള പെൺകുട്ടി ആരാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഗസ് ചെയ്ത ശേഷം എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ കഴുത്തിലിട്ടിരിക്കുന്ന ചെയിന്, അതുപോലെ തന്നെ അവർ ഇട്ടിരിക്കുന്ന പാൻസ്, അതുപോലെ തന്നെ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം. അതിനുശേഷം കാണുന്ന വീഡിയോയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ആ മാലയും എല്ലാം കണ്ടാൽ ഈ കുട്ടി ആരാണ് എന്ന് നിഷ്കരുണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ പ്രശ്നത്തിൽ ഒരു വൈത്തിരിവായിരിക്കുകയാണ്. നമ്മുടെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു കാര്യത്തിൽ 100% നമുക്ക് സഫയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ചില പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ട് എന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പല ആൾക്കാരും എന്നോട് കമൻ്റായി രേഖപ്പെടുത്തിയത്, നിങ്ങൾ മെഹനാസിനെ പൂശാൻ വേണ്ടി പോവുകയാണോ, അവൻ അത്രയ്ക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. മെഹനാസ് എന്ന് പറയുന്നത് പക്ക ഫ്രോഡാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് റിഫൈവ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ അദ്ദേഹത്തിനെതിരെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 100% അയാളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് എന്നും സഫയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു വീഡിയോ കാണാം. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം, എന്നാൽ നിങ്ങൾക്ക് ആളെ പിടുത്തം കിട്ടും. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. कोई भी कदम मेरा होगा ना तेरे बिन तेरे बिन तेरे बिन तेरे बिन तेरे बिन तेरे बिन तेरे बिन. അപ്പോൾ ഏതായാലും ആളെപ്പിടുത്തം കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ആ മടിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു താരം തന്നെയാണ്. ഫസ്മിന സക്കീറിൻ്റെ മുൻ ഹസ്ബൻഡായ ലല്ലു ബി എന്ന് പറയുന്ന മനുഷ്യനാണ് ആ കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആരുടെ മടിയിലാണ് കിടക്കുന്നത് എന്നും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാം സുപരിചിതമായ ആൾ തന്നെയാണ്. തീർച്ചയായിട്ടും ആൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടിക്കാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഞാൻ വിടുകയാണ്. തീർച്ചയായും നിങ്ങളത് കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ലല്ലു ഇബി എന്താണ് പറയുന്നത് നമുക്കത് കേൾക്കാം. ഗെയിമിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണോ അപ്പൊ സഫ? ഈ സഫയുടെ സ്റ്റോറി എന്താ? സ്റ്റോറി എനിക്കറിയാൻ പാടില്ല. ഇവരെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന് പാവം, അദ്ദേഹത്തിന് അറിയ പോലുമില്ല. അദ്ദേഹം പറയുകയാണ്, ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ ഞങ്ങളുടെ നാട്ടിലെല്ലാം പറയുന്നത് അവിഹിതം എന്നാണ്. കാരണം മറ്റാരുടെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നതിനെ ഞങ്ങൾ അവിഹിതം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. പാപം, ഒന്നും അറിയാത്തൊരു പയ്യനാണ് കേട്ടോ ഈ മനുഷ്യൻ. വളരെ നിഷ്കളങ്കരാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് അവരെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിൻ്റെ ശേഷം അദ്ദേഹം പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി കേൾക്കാം. പ്രഭാതത്തിലെടുത്ത് കാണുമ്പോൾ സഫയും നീ ഒളിച്ചോടി എന്നാണ് കാണുന്നത്. ഒളിച്ചോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മള് പിന്നെ വീട്ടുകാരുടെ അടുത്തൊക്കെ മാറ്റി ഞാൻ അവളെ ആരും സമ്മതമില്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അവളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നു. അതാണ് ഒളിച്ചോട്ടം. ഇത് അവളവളെ വീട്ടിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാം സഫയും ലെല്ലും അവീതും ഉണ്ടെന്ന് സംശയം അങ്ങനെയൊക്കെ എഴുതി വിടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കോട് കൂടി തന്നെ ഞാൻ തുടങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ശരിക്കും അവിഹിതം എന്നായിരുന്നു മെഹനാസ് ആ ഒരു വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യേണ്ടത്. മെഹനാസ് ഓളിൻ്റെ ഭാര്യ ഒളിച്ചോടി എന്ന് പറഞ്ഞത് തീരെ ശരിയായില്ല. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ലല്ലു പറഞ്ഞ കാര്യത്തോട് 100% ഞാൻ യോജിക്കുകയാണ്. തീർച്ചയായിട്ടും ഒളിച്ചോട്ടം എന്നല്ല നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ട ഒരു ഭാഷ എന്ന് പറയുന്നത്. നിങ്ങൾ പറയേണ്ടത് അവിഹിതം എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലല്ലുബി എന്നെ സമ്മതിച്ചിരുന്നുണ്ട്. അവിഹിതം എന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, അവർ തമ്മിൽ അവിഹിതമാണ്. അല്ലാതെ ഒളിച്ചോട്ടം എന്ന് അവരുടെ നാട്ടിൽ പറയുന്നത് ഉമ്മയും ഉപ്പയും നാട്ടുകാരും ഒന്നും അറിയാതെ തട്ടിക്കൊണ്ടുപോയി എങ്ങോട്ടോ കൊണ്ടുപോകുന്നതിനാണ് പോലും ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരാളുടെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോയി 2 ദിവസം ചുറ്റിക്കറങ്ങിയതിന് ശേഷം തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഒളിച്ചോട്ടം എന്ന് അല്ല പറയുന്നത് എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. നല്ല പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നാടും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും എല്ലാം വെച്ചിട്ട് അദ്ദേഹം നിഷ്കളങ്കനായ മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായമില്ല. ആ വീഡിയോ കാണുന്ന അവസാനം വരെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതുകൂടി കേൾക്കാം. ൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഓഡിയൻസിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്യുന്ന. പക്ഷെ ശരിക്കും അവളായിട്ട് ഫിസിക്കലായിട്ടും ഇല്ല, റിലേഷനും ഇല്ല, അവളെ ഒളിച്ചോടി. ഞാന്
എന്തെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ഉണ്ടോ? കോണ്ടാക്ട് ഈ ഇപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞതിന് ശേഷം കോണ്ടാക്ട് ആയിരുന്നു. പിന്നെ അതിന് മുൻപ് ഇതേമാതിരി ഫസ്മിന, അതായത് ഈ കുട്ടി സഫീം ഫസ്മിനെ ക്ലോസ് ഫ്രണ്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്മിന സഫയെ കൊണ്ട് എനിക്ക് ഫ്ലേർട്ട് ചെയ്തിട്ട് എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയപ്പിച്ചിരുന്നു അത്ര ആദ്യം. അത് ഇവള് എന്നോട് വന്ന് പറഞ്ഞിരുന്നു, കാരണം എൻ്റെ ഫ്രണ്ട് മുഖാന്തരം. അങ്ങനെ ഇനി ഇത് ഇതിന്റെ ശേഷം ഇതാണ് അറിഞ്ഞത്. അതായത് ഈ പറഞ്ഞ കാര്യം ഫസ്മിന അറിഞ്ഞു മൈനാസ് മുഖാന്തരം. അപ്പൊ അറിഞ്ഞ ടൈമില് ഇവൾക്ക് പണി കൊടുക്കാന്നുള്ള രൂപത്തിൽ ഈ സംഭവം ഇട്ട്. അപ്പൊ പിന്നെ ഇവളിനി എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂലല്ലോ ആൾക്കാര് അവളെ പറ്റിയിട്ട്. ഫസ്മിനെ ഇങ്ങനെ എന്നെ ചെയ്യിപ്പിച്ച് എന്റെ സഫ് വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇനി വിശ്വസിക്കാൻ പോകില്ല. കാരണം ഇവനും എല്ലാം സഫീമയുടെ ഒളിച്ചോടിയല്ലേ. അതാണ് ഇവരെ ഗെയിം സ്ട്രാറ്റജി. അതാണ് ആ സ്ട്രാറ്റജിയിൽ പെട്ടുപോയി. പക്ഷെ ഞാൻ പെട്ടിട്ടൊന്നുമില്ല. വീട്ടിലാണുള്ളത്. പിറ്റേ ദിവസം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്റ്റോറി ഇട്ടിട്ട് ഞാൻ ഇറക്കിയത്. എനിക്ക് ഞാൻ അത് തലയിൽ വെച്ചിട്ടില്ല, കാരണം ഞാൻ ചെയ്യാത്ത കാര്യമാണ്. ഇതിന് മുൻപോൾ വീഡിയോ ഇട്ടപ്പോഴൊന്നും ഞാൻ ചെയ്യാത്ത കാര്യം, ഞാൻ തലയിൽ വെക്കാൻ പോയിട്ടില്ല. പിന്നെ ഫ്രണ്ടിനൊക്കെ നമ്മളെ കൂടെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കണേ, നമ്മളെ കൂടെ ഒരു സംഭവമായിട്ട് ഒരു ബിസിനസ് ആയിട്ട് ലൈക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ, ഞാൻ അവന് ഒരേമാതിരി ക്യാഷ് ഇട്ടിട്ട് ഇതാക്കിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ എൻ്റെ ഒരു ഈ കോളനി പ്രശ്നത്തില് അവന്റെ അവനെ ഇതാക്കി വീഡിയോ എടുത്ത് അവനെ ഉപദ്രവിക്കാന്നൊക്കെ പറയുമ്പോ എനിക്ക് പറ്റില്ല. പക്ഷെ അന്ന് തന്നെ അത് കഴിഞ്ഞ പാട് അന്ന് തന്നെ എൻ്റെ ഉമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെയ്യാതെ ആയിന്ന്, ലൈക്ക് ഉമ്മക്ക് വെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കോളും വന്ന്. ഇത് രണ്ടും പാടി ഒരുമിച്ചായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇനി മിണ്ടായിരിക്കാം. യാതൊരു റിലേഷനും ഇല്ല, അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുമില്ല, എന്ന് വെച്ചാൽ ശാരീരിക ബന്ധം ഇല്ല. എപ്പോഴാണ് ഈ റിലേഷൻ വന്നത് എന്ന് അദ്ദേഹം ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ ഒരു കാലത്ത് ഈ ഫസ്മിനെയും അതുപോലെ തന്നെ മെഹനാസിന്റെ വൈഫുമായിട്ട് സഫയുമായിട്ട് നല്ല റിലേഷൻ ആയിരുന്നു, നല്ല ബന്ധമായിരുന്നു. ആ സമയത്ത് പോലും ഫസ്മിന ഈ ലല്ലൂബിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സഫയെ കൊണ്ട് ഒരു മെസ്സേജും അതുപോലെ തന്നെ കുറച്ച് ടെസ്റ്റ് മെസ്സേജുകളെല്ലാം അയപ്പിച്ചിരുന്നു. ഇവന്റെ കോയിത്തരം കയ്യിലിരിപ്പ് മോശമാണ് എന്ന് അന്ന് തന്നെ ഫസ്മിനക്ക് അറിയാം. ആ ഒരു സമയത്ത് തുടങ്ങിയ റിലേഷനാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഫസ്മിന തന്നെയാണ് എന്നുള്ളതാണ് സത്യം. അന്ന് തുടങ്ങിയ റിലേഷനാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി നമ്മുടെ മെഹനാസ് സ്റ്റോറി ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്തരം റിലേഷനിലേക്കൊക്കെ പോയത്, ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഒക്കെ ആയത് ഇപ്പോഴാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്മിനക്കെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ ഇതിനു മുന്നേ മെഹനാസും ഫസ്മിനെയും റോഡരികിൽ പിടിച്ചു വെച്ച് മർദ്ദിച്ചു എന്നും അവിടെ നിന്ന് സത്യങ്ങളെല്ലാം പറയിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് വരെ ആയതാണ്. ആ ഒരു കാര്യത്തിന് ശേഷമാണ് ഞാൻ ഫസ്മിനക്കെതിരെ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് എന്നാണ് ലല്ലു പറയുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ സത്യമാണ്. അതുവരെ ലല്ലു ഒളിച്ചു നടക്കുകയായിരുന്നു, ആർക്കും മുഖം തരാതെ, ജനങ്ങളുടെ മുമ്പിൽ ഒന്നും പ്രത്യക്ഷപ്പെടാതെ മാസ്കും ഇട്ട് അങ്ങനെ നടന്നൊരു സമയമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സഫയുടെ കാറിൻ്റെ ഡ്രൈവറാണ്. അദ്ദേഹത്തെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്താണ് സത്യങ്ങളെല്ലാം അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസും കൂട്ടരുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ലല്ലു പറയുന്നു, നമുക്കതുകൂടി കേൾക്കാം. അതുവരെ ഞാൻ ഈ ഒരു മാസ്കും വെച്ചിട്ട് ഇങ്ങനെ നടക്കിയിരുന്നു. ഈ പുറത്തോട്ട് പോകുമ്പോൾ ടീ കുടിക്കാൻ പോകുമ്പോഴും ഒരു സിപ്പ് ഞാൻ എങ്ങനെ കുടിക്കാറിയോ, പുറത്തോട്ട് പോകുമ്പോൾ ടീ ഷോപ്പ് പോകുമ്പോൾ മാസ്ക് വരും, ടീ കുടിക്കും, എന്നിട്ട് പിന്നെ മാസ്ക് ഇടും, ഒരു സിപ്പ് അടിച്ചിട്ട് ഇങ്ങനെ നടന്നിരുന്നത്. തമാശ പറഞ്ഞല്ല, എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു ജോക്കായിട്ട് തോന്നും. പക്ഷെ ഇത് ഒരാളെ അത്രത്തോളം നാണം കെടുത്തിക്കുന്ന അവള്. ഞാൻ പുറത്തോട്ട് പോയാ ഇത് അവനല്ലേ എന്നറിയും. അത് നമ്മൾ നല്ല ആളായിട്ടല്ലേ പറഞ്ഞ, ഇവൻ ആ ഒരു സെറ്റപ്പാണ് നമുക്കറിയാം. പക്ഷെ നമ്മളെന്നീ ചിരിച്ചാണ്ട് ആ ഒരു മൂഡിലാണ് വിടുകയും ചെയ്യും. നമ്മൾ ആരായിട്ടും വള്ളി പിടിക്കാനോ ഒന്നിനും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഇങ്ങോട്ട് ഇങ്ങനെ ഇവളിങ്ങനെ വന്ന് വള്ളി തരികയെന്നല്ലാതെ ഞാൻ അവൾക്ക് അങ്ങോട്ടൊരു വള്ളി കൊടുക്കാനോ ഇതിനൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു വള്ളി പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല എന്ന്. ഇതിലും വലിയ ഒരു വള്ളി ഇനി ജീവിതത്തിൽ പിടിക്കാൻ വേണ്ടിയില്ല. പിന്നെ അവസാനം പറഞ്ഞ ഒരു കാര്യത്തോട് 100% എനിക്ക് യോജിപ്പാണ്. കാരണം അദ്ദേഹം പണ്ടൊരു ചായ കുടിക്കാൻ പോലും, അതിൻ്റെ സിപ്പ് എടുക്കണമെങ്കിൽ പോലും മാസ്ക് പൊന്തിച്ചതിന് ശേഷം കുടിച്ച് ആൾ കാണുന്നതിന് താത്തിയായിരുന്നു നടന്നിരുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് തുറന്ന ഓപ്പൺ സ്ഥലത്തോടെ പോവുകയാണ്. പക്ഷേ ഇനിയും ഈ ഒരു വീഡിയോ വരുന്നതോടുകൂടി രണ്ടാമത് മാസ്ക് ഇട്ട് നടക്കേണ്ട ഗതി ജീവിതത്തിൽ അവസാനം വരെ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽപ്പെട്ട വൃത്തികേടുകളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സമൂഹം എത്തരത്തിലാണ് സ്വീകരിക്കുക എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം സഫയ ആയാലും ലല്ലു ആയാലും ആദ്യത്തെ വിവാഹമൊന്നുമല്ല, രണ്ടുമല്ല, മൂന്നാമത്തതാണ് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും യാതൊരു തർക്കവുമില്ല. അദ്ദേഹവും അങ്ങനെ തന്നെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ മൂന്നാൾക്കും
അവിഹിതമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കോലമാണ്. കാരണം അവരുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. പസ്മിനയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറിയിലുള്ള ഒരു മനുഷ്യനുണ്ട്, അത് ആരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോയ സമയത്താണ് ലെല്ലുമായിട്ട് അടിച്ചു പിരിഞ്ഞത്. ലെല്ലു ആണെങ്കിൽ മെഹനാസിൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ സഫയാണെങ്കിൽ ആദ്യത്തെ കല്യാണത്തിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് മെഹനാസിൻ്റെ ഒപ്പം പോരുന്നത്. പല കാലങ്ങളിലായിട്ട് മെഹനാസ് ആണെങ്കിൽ റിഫയെ മനുഷ്യത്വരഹിതമായ രീതിയിൽ കൊലപ്പെടുത്തിയതിന് ശേഷം മറ്റൊരു വീഡിയോവുമായിട്ട് വന്ന് അതിനുശേഷമാണ് സഫയുമായിട്ട് ബന്ധപ്പെടുന്നതും. ഇപ്പോൾ സഫയുമായി ഇനി മൂന്നാമത്തെ ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവരെല്ലാവരും ഈ അവിഹിതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അവിഹിതമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുകയുമില്ല. തീർച്ചയായിട്ടും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു കാര്യത്തിൽ 100% ആരാണ് കുറ്റക്കാർ, ആരാണ് നിരപരാധി? നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.